ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും മഴ കൊണ്ട് ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 8 ദിവസമായി ഈ മഴ തുടങ്ങിയിട്ട്. കഴിഞ്ഞ ഞായറാഴ്ച തൊട്ട് തുടങ്ങിയ മഴയാണ്. ഇന്നാണ് സൂര്യനെ ഒന്ന് നമ്മൾ കണ്ടിരിക്കുന്നത്. ഈ മഴ മൂലം എത്രയോ ജനങ്ങൾക്ക് ജോലിക്ക് പോകാൻ സാധിക്കാതെയും അതുമാതിരി തന്നെ ഒന്ന് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ സാധിക്കാതെയും ചോർന്നൊലിച്ചും പൊട്ടിപ്പൊളിഞ്ഞും അതുമാതിരി കറണ്ടില്ലാതെയും ഒരുപാട് ദുരിതങ്ങളാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ വെള്ളം നമുക്ക് സമൃദ്ധിയായിട്ട് നമ്മുടെ വീടിൻ്റെ ഉള്ളിലടക്കമുണ്ട്. പക്ഷേ കുടിക്കാൻ പോലും ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പറ്റാതെ കിടക്കുന്ന അനേകം മക്കളുണ്ട്. എല്ലാ വർഷവും നമ്മളിങ്ങനെ ഒരു ദുരിതം അനുഭവിക്കുമ്പോൾ സ്ഥിരം അനുഭവിക്കുന്നവരുടെ ചിന്തയാണ് നമ്മൾ നോക്കുന്നത്. സ്ഥിരം വെള്ളം കയറിയ ആ വീടുകൾ എന്തോരം നശിച്ചു പോകുന്നുണ്ടാവും. ഒരു വർഷം നമ്മൾ എല്ലാം വൃത്തിയാക്കി വെടിപ്പാക്കി വന്നതിന് ശേഷം വീണ്ടും അടുത്ത വർഷം വരുമ്പോൾ വെള്ളപ്പൊക്കം കയറില്ല എന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ വീണ്ടും പെട്ടെന്ന് വെള്ളം കയറുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ദുരിതങ്ങൾ. അതുമാതിരി തന്നെ ചില ആശുപത്രികളിൽ വെള്ളം കയറുന്നു, ധ്യാന കേന്ദ്രങ്ങളിൽ വെള്ളം കയറുന്നു, വീടുകളിൽ വെള്ളം കയറുന്നു. എത്രയോ നാശനഷ്ടമാണ്. ഇതിപ്പോൾ വെള്ളമില്ലാത്തവർക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടും വിഷമവും ഒന്നും അറിയില്ല. ഇത് അനുഭവിക്കുന്നവർക്കാണ് ഇതിൻ്റെ വിഷമവും വേദനയും മനസ്സിലാവുക. അടുത്ത വർഷം ഇതുപോലത്തെ ദുരിതങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദുരിതം അനുഭവിക്കുന്നവർക്ക് നമ്മൾ ആശ്വാസമായി നിൽക്കുവാനും നമുക്ക് കരുതലായി ഇരിക്കുവാനും നമ്മളോട് ഓരോ സപ്പോർട്ടായി നിൽക്കാനും ഓരോ മക്കൾക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി ഞാൻ അടുത്ത ദിവസം വരാട്ടോ. അപ്പോൾ ഈ വെള്ളപ്പൊക്കമൊക്കെ ഒന്ന് കാണുക. ഈ കൊല്ലം ഉണ്ടായ വെള്ളപ്പൊക്കത്തിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. Mm-hmm.